നമ്മുടെ ഹൾക്കിന് സ്ട്രോങ്ങസ്റ്റ് മാൻ എന്നുള്ള പേരിട്ട് കൊടുത്തത് നമ്മുടെ അയൺമാനാണ്. ആ ഹൾക്കിനാണോ അതല്ലാന്നുണ്ടെങ്കിൽ അബോമിനേഷനാണോ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ളതെന്നാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ അബോമിനേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹൾക്കിനുള്ള എല്ലാ പവേഴ്സും അബോമിനേഷനുണ്ട്. പക്ഷേ ഈ ഹൾക്കിനേക്കാൾ 3 ടൈംസോളം പവേഴ്സ് കൂടുതലുള്ളത് അബോമിനേഷനാണെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇൻക്രെഡിബിൾ ഹൾക്ക് കണ്ടവർക്കറിയാം, ഹൾക്കാണ് അബോമിനേഷനെ എടുത്തിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് അബോമിനേഷനാണെങ്കിൽ ഹൾക്കിനെ എറിയുക, ചവിട്ടുക അങ്ങനത്തെ ഉള്ളത് ചെയ്തെന്നുള്ളൂ. ഹൾക്കാണെങ്കിൽ ഫുൾ സ്ട്രെങ്തിൽ തന്നെയാണ് അബോമിനേഷനായിട്ട് ഫൈറ്റ് ഒക്കെ ചെയ്യുന്നത്. എന്നിട്ട് പോലും നമ്മുടെ അബോമിനേഷൻ ഒരു പോറലി പോലും പറ്റില്ല. അതുമാത്രമല്ല ഹൾക്കിൻ്റെ ഒരു ചവിട്ട കൊടുക്കുമ്പോൾ ഹൾക്ക് എത്രയോ ദൂരെ അടിയൊക്കെയാണ് തെറിച്ച് പോകുന്നത്. അതിനുശേഷം ഹൾക്കിൻ്റെ കലിപ്പ് കയറി ഹൾക്കൊരു കാറൊക്കെ രണ്ടായിട്ടെടുത്തിട്ട് അടിച്ച് പൊളിക്കുന്നുണ്ട് നമ്മുടെ അബോമിനേഷൻ തലമണ്ട. പക്ഷേ എന്നിട്ട് പോലും അബോമിനേഷൻ ഒരു കുലുക്കവും പറ്റത്തില്ല. അതിനുശേഷം ഒരു ചവിട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോഴും ഹൾക്ക് എത്രയോ ദൂരെ തെറിച്ച് പോകുന്നുണ്ട്. ഹൾക്കാണെങ്കിൽ ഫുൾ സ്ട്രെങ്ത്തിലാണ് നമ്മുടെ അബോമിനേഷനായിട്ട് ഫൈറ്റ് ചെയ്യാൻ നടത്തുന്നത്. എന്നാൽ അബോമിനേഷന് 10% പോലും പവേഴ്സ് അങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കുന്നുമില്ല. അതുമാത്രമല്ല നമ്മുടെ അബോമിനേഷൻ ഡിഫീറ്റ് ചെയ്തതിന് എങ്ങനെയാണ്, അത് ചങ്ങല പിടിച്ചിട്ട് വലിച്ച് അബോമിനേഷൻ അനക്കാൻ പോലും പറ്റാത്ത രീതിക്ക് ചങ്ങല പിടിച്ച് വലിച്ചിട്ടാണ് ഹൾക്ക് ഡിഫീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഹൾക്കിന് കൊല്ലാൻ പറ്റിയില്ല. അപ്പോൾ സ്ട്രോങ്ങസ്റ്റ് അബോമിനേഷൻ അല്ലേ.